ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിനീതം നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജി എന്ന സബ്ജക്റ്റിലെ മറ്റൊരു സ്ട്രീമായ സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ദ ലിവിംഗ് വേൾഡ്. ജീവനുള്ള ലോകം. എന്താണ് നമ്മുടെ ഈ ജീവനുള്ള ലോകം? ജീവനുള്ള ലോകത്ത് നമുക്ക് ആരൊക്കെ കാണാൻ സാധിക്കും? എന്തൊക്കെ കാണാൻ സാധിക്കും? പല തരത്തിലുള്ള പ്ലാന്റ്സിനെ നമുക്ക് നമ്മുടെ ഈ ജീവനുള്ള ലോകത്ത് കാണാൻ സാധിക്കും. പല തരത്തിലുള്ള അനിമൽസിനെ, പിന്നെ അതുപോലെ തന്നെ പല തരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ, ബാക്ടീരിയ, ഫംഗസ്, അങ്ങനെ പല തരത്തിലുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മുടെ ജീവനുള്ള ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഒരാളെ വിട്ടുപോയി, നമ്മുടെ ജീവനുള്ള ലോകത്ത് ഒരാളെ വിട്ടുപോയി. അത് ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മൾ മനുഷ്യര്, ഹ്യൂമൻ ബീങ്സ്. നമ്മളും ഈ ജീവനുള്ള ലോകത്ത്, ഈ ലിവിങ് വേൾഡിലെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മളെ കൂടാതെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓർഗാനിസംസ് ഒന്നും ഇല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ അവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. അപ്പോൾ അവരില്ലാത്തൊരു ലോകം, അല്ലെങ്കിൽ അവരില്ലാത്തൊരു നിമിഷം പോലും നമ്മൾക്ക് ഈ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. നമ്മുടെ പ്ലാന്റ്സ്, അനിമൽസ്, അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസ് ഒന്നും ഇല്ലാതെ നമ്മുടെ ഈ മനുഷ്യർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഈ സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ദ ലിവിംഗ് വേൾഡ് എന്നതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക, നമ്മളെ കുറിച്ച് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ഈ ചുറ്റുപാടിനെ കുറിച്ച്, നമ്മുടെ ഈ ലിവിംഗ് വേൾഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കുക. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയുണ്ട് നമ്മുടെ ഈ ലിവിംഗ് വേൾഡിൽ, എങ്ങനെയാണ് നമ്മുടെ ലൈഫ് എന്തിനൊക്കെ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ദ ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ പ്രധാനമായിട്ടുള്ള ഒരു കോമഡി എന്ന് വെച്ചാൽ കുറെ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മുടെ പരീക്ഷയ്ക്ക്, നമ്മുടെ പബ്ലിക് എക്സാമിന് ചോദിക്കുക വെറും 2 മാർക്ക്, ഏറിപ്പോയ മാക്സിമം പോയ 3 മാർക്കിനാണ്. അപ്പൊ കുറെ അധികം നമുക്ക് പഠിക്കാനുണ്ട് നമ്മുടെ ഈ ചാപ്റ്ററിൽ. പക്ഷെ സിമ്പിൾ തന്നെയാണ്, പക്ഷെ പവർഫുൾ ആണ്. വെറും 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്. അപ്പോൾ നമുക്ക് എന്തായാലും ശ്രദ്ധിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ NCERT ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ലിവിങ്? എന്താണ് ജീവൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ജീവൻ, വാട്ട് ഈസ് ലിവിങ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുമ്പ് നമുക്ക് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് എക്സിറ്റ് ബൈ എ ലിവിങ് ഓർഗാനിസം, എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഒരു ലിവിങ് ഓർഗാനിസം പ്രകടിപ്പിക്കുക എന്ന് നമ്മൾ ഒന്ന് നോക്കാനുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഒരു ജീവനുള്ള വസ്തു, ഒരു ജീവനുള്ള കാര്യം പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായി പറയാനുള്ള ഗ്രോത്ത് തന്നെയാണ്, അതിന്റെ വളർച്ച, അതിന്റെ ഓരോ ഘട്ടമായിട്ടുള്ള വളർച്ച, ഗ്രോത്ത്. പിന്നെ പറയാനുള്ളത് റീപ്രൊഡക്ഷൻ. പിന്നെ പറയാനുള്ളത് റീപ്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ എബിലിറ്റി ടു സെൻസ് എൻവറോൺമെന്റ്, പ്രകൃതിയായിട്ട് അതിനെ സെൻസ് ചെയ്യാൻ, പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളെ അതിനെ സെൻസ് ചെയ്യാൻ, അതിനെ മനസ്സിലാക്കാൻ നമ്മുടെ 10th പഠിച്ച സെൻസറി ആൻഡ് റെസ്പോൺസസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എബിലിറ്റി ടു സെൻസ് എൻവറോൺമെന്റ്, പരിസ്ഥിതിയെ മനസ്സിലാക്കുക. പിന്നെ മൗണ്ട് എ സ്യൂട്ടബിൾ റെസ്പോൺസ്, ഈ സെൻസ് ചെയ്ത കാര്യങ്ങൾക്ക് ഒരു നല്ലൊരു റെസ്പോൺസ് നൽകുക. പിന്നെ ഉള്ളത് മെറ്റാബോളിസം എന്താണ് ഞാൻ ഡീറ്റെയിൽ പറയാം. പിന്നെ സെൽഫ് റെപ്ലിക്കേഷൻ, സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്, സ്വയം വിഭജിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ സെൽഫ് ഓർഗനൈസേഷൻ, സ്വയം രൂപീകരിക്കാനുള്ള കഴിവ്. ഇതൊക്കെയാണ് ഒരു ലിവിങ് ഓർഗാനിസത്തിനുള്ള പ്രധാനമായിട്ടുള്ള ഫീച്ചേഴ്സ്. പിന്നെ പറയാനുള്ളത് സാധാരണ പറയാനുള്ള പോലെ തന്നെ മൂവ്മെന്റ് നടക്കും, ലോക്കോമോഷൻ ഉണ്ടാവും, അഡാപ്റ്റേഷന് സാധിക്കും, പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ സാധിക്കും, പല കാര്യങ്ങളും സർവൈവ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ഒരു ലിവിങ് ഓർഗാനിസം എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് എക്സിബിറ്റ് ബൈ എ ലിവിങ് ഓർഗാനിസം എന്ന് ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട. പ്രധാനമായിട്ട് ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, എബിലിറ്റി ടു സെൻസ് എൻവറോൺമെന്റ്, മൗണ്ട് ഈസ് സ്യൂട്ടബിൾ റെസ്പോൺസ്, മെറ്റാബോളിസം, സെൽഫ് റെപ്ലിക്കേഷൻ, പിന്നെ പറയാനുള്ളത് സെൽഫ് റെപ്ലിക്കേഷൻ, പിന്നെ സെൽഫ് ഓർഗനൈസേഷൻ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞാൽ മതി ഒരു ലിവിങ് ഓർഗാനിസം എക്സിബിറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്. അപ്പൊ ഇനി വേണമെങ്കിൽ നമുക്ക് വാട്ട് ഈസ് ലിവിങ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാം. ലൈഫ് ഈസ് എ യൂണിക് കോംപ്ലക്സ് ഓർഗനൈസേഷൻ ഓഫ് മോളിക്യൂൾസ് expressing itself through a chemical reaction which leads to development, growth, self-replication, പിന്നെ അഡാപ്റ്റേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. അങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മുടെ ലൈഫിന് നമുക്ക് വാട്ട് ഈസ് ലിവിങ് എന്ന ചോദ്യത്തിന് ഈ ഒരു ലൈഫ് എന്ന യൂണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വാട്ട് ഈസ് ലിവിങ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയും. അപ്പം ഒരു ലിവിങ് ഓർഗാനിസം എക്സിബിറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ നമ്മുടെ ചാപ്റ്ററിൽ പറയാനുള്ളത്, നമ്മൾ മറ്റൊരു ചെറിയൊരു ടോപ്പിക്കിലേക്ക് കടക്കാണ്. ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡ്. നമ്മുടെ ചുറ്റും കാണുന്ന, ലോകത്ത് കാണുന്ന വൈവിധ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെ വൈവിധ്യങ്ങളാണ് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുക? ഞാൻ നേരത്തെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, പല തരത്തിലുള്ള പ്ലാന്റ്സിനെയും പല തരത്തിലുള്ള അനിമൽസിനെയും കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോ
ഈ ഇത്തരത്തിലുള്ള പ്ലാന്റ്സിനെയും ഓർഗാനിസത്തിനെയും നമുക്ക് നമ്മൾ പല സ്പീഷീസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണുന്ന പ്ലാന്റ്സിനെയും അനിമൽസിനെയും പല തരത്തിലുള്ള സ്പീഷീസ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന സ്പീഷീസിനെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സ്പീഷീസിനെ, നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ച സ്പീഷീസിനെ ഒരു റേഞ്ചിൽ 1.7 to 1.8 മില്യൺ എന്ന റേഞ്ചിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഈ ഡിസ്ക്രിപ്ഷന്റെ റേഞ്ച് ഒന്ന് നോക്കി വെക്കുക. 1.7 to 1.8 മില്യൺ എന്ന റേഞ്ചിൽ നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്ന നമ്മുടെ സ്പീഷീസിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനെയാണ് അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുക. ജൈവ വൈവിധ്യം ഒരു ടോപ്പിക്കാണ്. മെറ്റാബോളിസം ഞാൻ പറഞ്ഞുതരാം. ബയോഡൈവേഴ്സിറ്റി ആണ്. നമുക്ക് ചുറ്റും കാണുന്ന സ്പീഷീസിനെ നമ്മൾ 1.7 to 1.8 മില്യൺ എന്ന റേഞ്ചിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ദിസ് റിഫേഴ്സ് ടു ആസ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം. അപ്പോ നമ്മൾ ഈ ജൈവ വൈവിധ്യം നമുക്ക് ചുറ്റും കാണുന്ന സ്പീഷീസിനെ നമ്മൾ 1.7 to 1.8 എന്ന റേഞ്ചിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോ പിന്നെ പറയാനുള്ളത് നമുക്ക് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് ചുറ്റും കാണുന്ന പല മനുഷ്യരുണ്ട്. ഇപ്പോ എന്റെ പേര് അഖിൽ എന്നാണ്, അപ്പൊ മറ്റൊരാളുടെ പേര് വൈശാഖൻ എന്നായിരിക്കും. അപ്പോൾ ഒരാളെ നമുക്ക് പരസ്പരം നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ പേരുകൾ സഹായിക്കും. പരസ്പരം തിരിച്ചറിയാൻ നമ്മുടെ പേര് സഹായിക്കും. അപ്പോൾ ഇത്രയും 1.7 to 1.8 മില്യൺ എന്ന റേഞ്ചിലുള്ള സ്പീഷീസിനെ പല തരത്തിലെ പേരുകളാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പറയുന്ന നോമൻക്ലേച്ചർ എന്ന ടേം ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബയോളജിയിലും ഒരു നോമൻക്ലേച്ചർ ഉണ്ട്, നെയിമിംഗ് എന്ന് പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ പല തരത്തിലുള്ള ലിവിങ് ഓർഗാനിസത്തിനെ, നമ്മൾ കണ്ട ലിവിങ് ഓർഗാനിസത്തിനെ ഒരു പർട്ടിക്കുലർ ഓർഗാനിസം എടുത്ത ആ പർട്ടിക്കുലർ ഓർഗാനിസം ഓൾ ഓവർ ദ വേൾഡിലെല്ലാം ഒരു നെയിമിൽ അറിയപ്പെടണം എന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. അപ്പൊ ആ കൺസെപ്റ്റിനെയാണ് നമ്മൾ നോമൻക്ലേച്ചർ എന്ന് പറയുക. നമുക്ക് ചുറ്റും കാണുന്ന ലിവിങ് ഓർഗാനിസം, ഒരു പർട്ടിക്കുലർ ലിവിങ് ഓർഗാനിസത്തിനെ എടുത്ത ഓൾ ഓവർ ദ വേൾഡ്, ഈ വേൾഡിൽ മൊത്തം അതിനെ ഒരു നെയിമിൽ അറിയപ്പെടുക എന്നൊരു കൺസെപ്റ്റ് നമ്മൾ മുന്നോട്ട് വെച്ചു. ആ കൺസെപ്റ്റിനെയാണ് നമ്മൾ നോമൻക്ലേച്ചർ എന്ന് പറയുക, നെയിമിംഗ്. നമുക്കെല്ലാവർക്കും പേരുള്ള പോലെ തന്നെ ലിവിങ് ഓർഗാനിസത്തിന് ഒരു പേര് വേണം എന്ന കൺസെപ്റ്റ് ആണ് നമ്മുടെ ഈ നോമൻക്ലേച്ചർ. പിന്നെ ഒന്നുള്ളത്, നമ്മുടെ ഈ നോമൻക്ലേച്ചർ എന്തായാലും നടക്കുക. നോമൻക്ലേച്ചർ എന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു ഐഡന്റിഫിക്കേഷൻ നടത്തണം. ഒരു ഐഡന്റിഫിക്കേഷൻ അറിയണം. നെയിമിംഗ് ഈസ് ഓൺലി പോസിബിൾ വെൻ ദ ഓർഗാനിസം ഈസ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്. ഒരു ഓർഗാനിസം കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ അതിന്റെ നോമൻക്ലേച്ചർ, അതിന്റെ നെയിമിംഗ് നടത്താൻ സാധിക്കൂ. അപ്പൊ ആ കറക്റ്റ്ലി ഡിസ്ക്രിപ്ഷനെയാണ്, ഒരു ഓർഗാനിസത്തിന്റെ കറക്റ്റ്ലി ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക: ബയോഡൈവേഴ്സിറ്റി, നോമൻക്ലേച്ചർ ആൻഡ് ഐഡന്റിഫിക്കേഷൻ. നമ്മുടെ ഡൈവേഴ്സിറ്റി ഇൻ ദ വേൾഡ് എന്ന ടോപ്പിക്കിലെ 3 വേർഡ്സ് ആണ് ബയോഡൈവേഴ്സിറ്റി, നോമൻക്ലേച്ചർ ആൻഡ് ഐഡന്റിഫിക്കേഷൻ. ഇനി മെറ്റാബോളിസം എന്താണെന്ന് പറയാം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ പല തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടക്കാറുണ്ട്. പല തരത്തിലുള്ള കെമിക്കൽസ് ചേർന്നാണ് നമ്മുടെ ശരീരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ പല തരത്തിലുള്ള കെമിക്കൽസ് ബയോമോളിക്യൂൾസ് ആയിട്ട് മാറും. അപ്പൊ ഈ കെമിക്കൽസ് എല്ലാം പല പ്രോസസ്സിലൂടെ ബയോമോളിക്യൂൾസ് ആയിട്ട് മാറുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റാബോളിസം എന്ന് പറയുക. The sum total of chemical reaction occurring in our body is known as metabolism. കെമിക്കൽ റിയാക്ഷൻ, നമ്മുടെ ബോഡിയിൽ മൊത്തത്തിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷന്റെ സം ടോട്ടൽ ആണ് നമ്മുടെ ഈ മെറ്റാബോളിസം. അപ്പോൾ മെറ്റാബോളിസം പരീക്ഷയിലൊക്കെ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. The sum total of chemical reaction occurring in our body is known as metabolism. അപ്പോൾ ഈ 4 ടേംസും ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ നമ്മൾ നോമൻക്ലേച്ചർ എന്ന ടേം നമ്മൾ പഠിച്ചു. നമ്മുടെ ഓർഗാനിസത്തിനൊക്കെ നെയിം ചെയ്യാൻ ഒരു കൺസെപ്റ്റ്, നെയിം ചെയ്യണം എന്നൊരു കൺസെപ്റ്റ് നമ്മൾ മുന്നോട്ട് വെച്ചു. അപ്പൊ നോമൻക്ലേച്ചർ എന്നൊരു ടേം പഠിച്ചു. അപ്പൊ ആ നോമൻക്ലേച്ചർ വരുന്ന 2 കാര്യങ്ങളാണ് ICBN ആൻഡ് ICZN. ICBN എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. ഇതിന്റെ എക്സ്പാൻഷൻ ഓർത്തു വെക്കുക, ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. നമ്മുടെ പ്ലാന്റ്സിനൊക്കെ നെയിം ചെയ്യുക ഇവരാണ്. ഈ ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ ICBN ആണ് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ നെയിമിംഗ് നടത്താറ്. പിന്നെ നമ്മുടെ അനിമൽസിനൊക്കെ നെയിമിംഗ് നടത്താറ് ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ICZN ആണ് നമ്മുടെ അനിമൽസിനൊക്കെ നെയിമിംഗ് നടത്തുക. അപ്പൊ ഈ രണ്ടിന്റെയും എക്സ്പാൻഷൻ ഓർത്തു വെക്കുക. ICBNന്റെയും ICZNന്റെയും എക്സ്പാൻഷൻ ഓർത്തു വെക്കുക. അപ്പോ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഓർഗാനിസത്തിനും ഒരു നെയിം വരണം. ഒരേ പേരിൽ തന്നെ എല്ലാ ഓർഗാനിസം അറിയപ്പെടണം എന്നൊരു കൺസെപ്റ്റ് നമ്മൾ മുന്നോട്ട് വെച്ചു. അപ്പോ പല തരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി അപ്പോൾ ഓരോ ഓർഗാനിസംസും നമ്മുടെ വേൾഡിൽ ഒരേ നെയിമിംഗിൽ അറിയപ്പെടണം എന്നൊരു കൺസെപ്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞു.
അപ്പോൾ ആ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് പല തരത്തിലുള്ള യൂണിവേഴ്സലി റൂൾസ് ഓഫ് നോമിനിക്ലേച്ചർ എന്നൊരു കാര്യം നമ്മുടെ സയന്റിസ്റ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ICBനും ICZനൊക്കെ നെയിമിംഗ് നടത്തുമ്പോൾ കുറച്ച് റൂൾസ് ഒക്കെ അവർക്ക് നോക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ നെയിമിങ്ങിനുള്ള പ്രധാനമായിട്ടുള്ള റൂൾസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ റൂൾ ഓഫ് നോമിനിക്ലേച്ചർ എന്നൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബയോളജിക്കൽ നെയിംസ് ജനറലി ലാറ്റിനിലായിരിക്കും. ലാറ്റിൻ ഭാഷയിലാണ് നമ്മുടെ ബയോളജിക്കൽ നെയിംസ് ഒക്കെ അറിയപ്പെടുക. അതുപോലെ തന്നെ ഇറ്റാലിക്സിലായിരിക്കും, ചെരിവോടുകൂടി ആയിരിക്കും. ലാറ്റിൻ ഭാഷയിലായിരിക്കും നമ്മുടെ ബയോളജിക്കൽ നെയിംസ്, പിന്നെ ഇറ്റാലിക്സിലായിട്ടായിരിക്കും നമ്മുടെ ബയോളജിക്കൽ നെയിംസ് കണ്ടുപിടിക്കുകയും എഴുതുകയും ചെയ്യുക. പിന്നുള്ളത് നമ്മുടെ ബയോളജിക്കൽ നെയിം കണ്ടുപിടിക്കുമ്പോൾ ബയോളജിക്കൽ നെയിമിങ്ങിൽ 2 പാർട്ട് വരും. ഒന്ന് ജനറിക് നെയിമും പിന്നെ ഒന്ന് സ്പെസിഫിക് എപ്പിത്തറ്റും. നമ്മുടെ ബയോളജിക്കൽ നെയിമിൽ 2 കാര്യങ്ങൾ, 2 ഘടകങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന പോലെ തന്നെ ഒരാൾക്കിപ്പോ അയാളുടെ പേരായിരിക്കും, അതിനെ കൂടെ ചിലപ്പോ ഫാദേഴ്സ് നെയിം ഉണ്ടാവും. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ തന്നെ എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഒരു നെയിമിൽ 2 ജനറിക് നെയിമും ഉണ്ടാവും, സ്പെസിഫിക് എപ്പിത്തറ്റും ഉണ്ടാവും. അപ്പൊ ജനറിക് നെയിം ദ ഫസ്റ്റ് വേർഡ് റെപ്രസെന്റ് ജീനസ് ആണ്. ഫസ്റ്റ് റെപ്രസെന്റ് ചെയ്യുക ജീനസിന്റെ പേരായിരിക്കും. രണ്ടാമത് റെപ്രസെന്റ് ചെയ്യുക സ്പെസിഫിക്, അതിന്റെ സ്പീഷീസിന്റെ നെയിം ആയിരിക്കും. ഫസ്റ്റ് വേർഡ് ജീനസിന്റെയും രണ്ടാമത്തെ വേർഡ് സ്പീഷീസിന്റെ ആയിരിക്കും. അതുകൊണ്ടാണ് ആദ്യത്തെ ജനറിക് നെയിമും രണ്ടാമത്തെ സ്പെസിഫിക് എപ്പിത്തറ്റും എന്ന് പറയാം. ആദ്യത്തെ ജീനസിന്റെയും രണ്ടാമത്തെ സ്പീഷീസിന്റെ ആയിരിക്കും ഒരു ബയോളജിക്കൽ ടേമിൽ കാണാൻ സാധിക്കുന്ന നെയിംസിന്റെ 2 ഘടകങ്ങൾ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ നമ്മളെ മനുഷ്യരെ തന്നെ ഹോമോസാപ്പിയൻസ് നോക്കാം. അപ്പോൾ ഹോമോസാപ്പിയൻസിലെ ഹോമോ ജീനസ് നെയിമും ഹോമോ ജീനസ് നെയിമും സാപ്പിയൻസ് എന്നുള്ളത് സ്പീഷീസ് നെയിമാണ് റെപ്രസെന്റ് ചെയ്യുക. നമ്മുടെ സയന്റിസ്റ്റ് നെയിം ചെയ്യുമ്പോൾ ഉള്ള ഒരു റൂളാണ് ആദ്യത്തെ ജീനസിന്റെ നെയിമും രണ്ടാമത്തെ സ്പീഷീസിന്റെ നെയിമും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹോമോസാപ്പിയൻസ് ഒരു എക്സാമ്പിൾ ആണ്. ഹോമോ എന്നത് ആദ്യത്തെ ജീനസിന്റെ നെയിമും സ്പീഷീസ് എന്നുള്ളത് സാപ്പിയൻസ് എന്നുള്ളത് സ്പീഷീസിന്റെ നെയിമാണ്. അപ്പോൾ ഹോമോസാപ്പിയൻസ് ആദ്യത്തെ ജീനസും രണ്ടാമത്തെ സ്പീഷീസും. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. ആദ്യത്തെ ജനറിക് നെയിമും രണ്ടാമത്തെ സ്പെസിഫിക് എപ്പിത്തറ്റും വരണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളായിരുന്നു. അപ്പോൾ ഈ റൂള് അല്ലെങ്കിൽ ഈ നെയിമിംഗ് സിസ്റ്റം കണ്ടുപിടിച്ച ആളാണ് കാർലസ് ലിനേയസ്. നമ്മള് ബോട്ടണിയിൽ പഠിച്ച നമ്മുടെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒക്കെ കൊണ്ടുവന്ന കാർലസ് ലിനേയസ് ആണ് നമ്മുടെ ഈ ആദ്യത്തെ ജനറിക് നെയിമും രണ്ടാമത്തെ സ്പെസിഫിക് എപ്പിത്തറ്റും എന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എന്ന ഒരു നെയിമിംഗ് സിസ്റ്റം കൊണ്ടുവന്നത് നമ്മുടെ കാർലസ് ലിനേയസ് ആണ്. അപ്പോൾ കാർലസ് ലിനേയസ് കൊണ്ടുവന്ന ഈ നെയിമിംഗ് സിസ്റ്റത്തെ നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയും. കാർലസ് ലിനേയസ് കൊണ്ടുവന്ന ഈ നെയിമിംഗ് സിസ്റ്റത്തെ, ഈ ആദ്യത്തെ ജനറിക് നെയിമും രണ്ടാമത്തെ സ്പെസിഫിക് എപ്പിത്തറ്റും എന്ന നെയിമിംഗ് സിസ്റ്റം കൊണ്ടുവന്ന കാർലസ് ലിനേയസിനെ കൊണ്ടുവന്ന ഈ സിസ്റ്റത്തിനെ നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയും. അപ്പോൾ ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി കാണും. ഓർത്തു വെക്കാൻ നമ്മുടെ ഈ എക്സാമ്പിൾ ഹോമോസാപ്പിയൻസ് എന്ന് ഓർത്തു വെക്കാം. ആദ്യത്തെ ജീനസും രണ്ടാമത്തെ സ്പീഷീസും. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരു റൂള് എന്ന് പറയുന്നത് ഇറ്റാലിക്സിലാണ് എഴുതുക എന്ന് പറഞ്ഞു. ഹോമോസാപ്പിയൻസിൽ ഇല്ലെന്ന് പറയാം. ഹോമോല ആദ്യം ജീനസ് എഴുതുമ്പോൾ ജീനസിലെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. പിന്നെ സാപ്പിയൻസ് സ്പീഷീസ് എഴുതുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് റൂൾ ഫോർ നെയിമിംഗ്. നെയിം ചെയ്യാൻ നമ്മുടെ സയന്റിസ്റ്റ് ഫോളോ ചെയ്യുന്ന, നമ്മുടെ ഈ ICBനും ICZനൊക്കെ ഫോളോ ചെയ്യുന്ന റൂൾസ് ഇതൊക്കെയാണ്. ഒരു ബയോളജിക്കൽ ടേം നെയിം ചെയ്യുമ്പോൾ നമ്മുടെ ഈ കാർലസ് ലിനേയസ് നടത്തിയ ഈ നെയിമിംഗ് സിസ്റ്റം ഫോളോ ചെയ്തിട്ടാണ് എല്ലാവരും നെയിമിംഗ് നടത്താറ്. ഇനി പറയാനുള്ളത് നമ്മുടെ കുറച്ച് 2-3 ബയോളജിക്കൽ ടേംസ് ആണ്. ക്ലാസിഫിക്കേഷൻ എന്താണ് നമുക്ക് അറിയാം. ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് തരംതിരിക്കുക, നമ്മുടെ ബോക്സ് ആക്കി ക്ലാസിഫൈ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ 2 പെട്ടിയൊക്കെ വരച്ച് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഇവിടെയും സംഭവിക്കുന്നത്. എന്താണ് ഈ ക്ലാസിഫിക്കേഷൻ? അപ്പോൾ എല്ലാ ലിവിങ് ഓർഗാനിസത്തെ കുറിച്ചും പഠിക്കുക എന്നത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു മടിയും മലചുമക്ക് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ വളരെ ഒരു കഠിനമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും നമുക്ക് ബൈഹാർട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എല്ലാത്തിന്റെ പഠനവും നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് നമ്മുടെ പോസിബിൾ ആക്കി കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക് തന്നെയായിരുന്നു. നല്ലൊരു കഠിന പ്രയത്നം നടത്തിയിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ ഒക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, അപ്പൊ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം.
അപ്പോൾ എല്ലാ ഓർഗാനിസത്തിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ സാധിക്കില്ല. അപ്പൊ അതിനെ പല തരത്തിലായിട്ട് അതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു, അതിനെ തരംതിരിച്ചു. അപ്പൊ ആ തരംതിരിക്കലാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. ഇപ്പൊ ഈ ക്ലാസിഫിക്കേഷനിലൂടെ നമുക്ക് ഈ ലിവിങ് ഓർഗാനിസത്തിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിച്ചു. അപ്പൊ ക്ലാസിഫിക്കേഷൻ. പിന്നെ പറയാനുള്ളത് ഈ ടാക്സോണമി എന്താണെന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ അനിമൽസിനെയൊക്കെ പലതരത്തിലായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ കാറ്റഗറൈസ് ചെയ്ത അനിമൽസിനെ ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് ആണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്താൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഓർഗാനിസംസിനെയൊക്കെ ക്ലാസിഫൈ ചെയ്തു. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അനിമൽസ് ആയ ഡോഗ്സ്, ക്യാറ്റ്, ഇൻസെക്ട്സ് അതിനെയൊക്കെ പുറമേ കാണുമ്പോൾ തന്നെ നമുക്ക് അവയുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കാണാൻ സാധിക്കും. നായയൊക്കെ ആണെങ്കിൽ കുറച്ച് പൊതുവെ പറയാൻ കുറച്ച് ഹൈറ്റ് ഒക്കെ ഉണ്ടാവും. പൂച്ചയാണെങ്കിൽ ഭയങ്കര ചെറുതായിരിക്കും. ഇൻസെക്ട്സ് ആണെങ്കിൽ അതിന് ചിറകുണ്ടാവും. അപ്പൊ ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് നമുക്ക് കണ്ണിൽ തന്നെ കാണാൻ സാധിക്കുന്ന ക്യാരക്ടേഴ്സിലൂടെ അതിനെ ക്ലാസിഫൈ ചെയ്ത് കൊണ്ടുവന്നു. അപ്പോ ആ ക്ലാസിഫിക്കേഷനെയാണ് അല്ലെങ്കിൽ ആ കാറ്റഗറൈസേഷനെയാണ് നമ്മുടെ സയന്റിഫിക് നെയിമില് ടാക്സോൺ എന്ന് പറയുക. ടാക്സ. ആ ക്ലാസിഫിക്കേഷന് അല്ലെങ്കിൽ ടാക്സ അല്ലെങ്കിൽ ആ നമ്മളിപ്പോ പറഞ്ഞ ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഓർഗാനിസത്തിനെ കാറ്റഗറൈസ് ചെയ്ത കാര്യത്തെയാണ് അല്ലെങ്കിൽ ആ സയന്റിഫിക് നെയിമിനെയാണ് നമ്മൾ ടാക്സ എന്ന് പറയുക. അപ്പൊ ഈ പ്രോസസ് ആണ് ടാക്സോണമി. ഈ ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ലിവിങ് ഓർഗാനിസത്തിനൊക്കെ കാറ്റഗറൈസ് ചെയ്തു. അപ്പൊ ഈ പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ഈ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുക. പിന്നെ പറയാനുള്ളത് സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്ന പല തരത്തിലുള്ള ലിവിങ് ഓർഗാനിസത്തിന്റെ അവയുടെ ഡൈവേഴ്സിറ്റിയെയും അവയുടെ വൈവിധ്യത്തെയും അവയുടെ റിലേഷൻഷിപ്പിനെയും കുറിച്ചുള്ള പഠനം. അല്ലെങ്കിൽ അതന്നെ അവരുടെ ഡൈവേഴ്സിറ്റിയെയും അവരുടെ റിലേഷൻഷിപ്പിനെയും രണ്ടെണ്ണ കമ്പാരിസൺ, അതിന്റെയും ഒരു കാര്യത്തിലെടുത്താൽ ഇതിന്റെ തന്നെ വേറൊരു റിലേഷൻഷിപ്പ്, ഇതിന്റെയും രണ്ടെണ്ണത്തിന്റെയും റിലേഷൻഷിപ്പിനെ വെച്ച് പഠിക്കുകയും അതിന്റെ ഡൈവേഴ്സിറ്റി, അതിന്റെ വൈവിധ്യത്തെ കുറിച്ച് പഠിക്കുകയും ചെയ്യുന്ന ഒരു ബ്രാഞ്ച് അല്ല, ഒരു കാര്യമാണ്, ഒരു ടേമാണ് നമ്മുടെ ഈ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയാം. സിസ്റ്റമാറ്റിക്സ് എന്നതിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നത് ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ഡൈവേഴ്സിറ്റിയെ കുറിച്ചും അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും എന്ന് മനസ്സിലാക്കി വെക്കാം നമ്മുടെ സിസ്റ്റമാറ്റിക്സ് എന്ന ഒരു ടേമില്. അപ്പൊ ക്ലാസിഫിക്കേഷൻ, ടാക്സോണമി, സിസ്റ്റമാറ്റിക്സ്, അങ്ങനെ മൂന്നെണ്ണല്ല, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 4 ടേംസ്, മെറ്റാബോളിസം, പിന്നെ ബയോഡൈവേഴ്സിറ്റി, നോമിനിക്ലേച്ചർ, ഐഡന്റിഫിക്കേഷൻ, അങ്ങനെ കുറെ ഒരു ബയോളജിക്കൽ ടേംസ് നമ്മുടെ ഈ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ഈ ടേംസ് ഒക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാക്സോണമിക് കാറ്റഗറീസ് എന്നൊരു ഭാഗമാണ്. ടാക്സോണമിക് കാറ്റഗറീസ് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഈ ടാക്സോണമിക് കാറ്റഗറീസ് അല്ലെങ്കിൽ ടാക്സോണമി എന്ന ഒരു ടേം നമുക്ക് കോയിൻ ചെയ്ത അല്ലെങ്കിൽ ഈ ടേം ഡിറൈവ് ചെയ്ത ആളെ പരിചയപ്പെടുത്താം. അഗസ്റ്റിൻ പിരാമസ് ഡി കോണ്ടലി. 1819 ഇദ്ദേഹമാണ് നമ്മുടെ ഈ ടാക്സോണമി എന്ന ഒരു ടേം നമുക്ക് പരിചയപ്പെടുത്തിയത്. ഈ ടാക്സോണമിയിലെ ടാക്സിക്സ് എന്നത് അറേഞ്ച്മെന്റ് എന്ന വാക്കാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ടാക്സിക് എന്നത് അറേഞ്ച്മെന്റ് എന്ന് മീൻ ചെയ്യുകയും നോംസ്, ടാക്സോണമിയിലെ നോംസ് NOMS, സ്റ്റഡി, അറേഞ്ച്മെന്റ്, സ്റ്റഡി, അങ്ങനെ 2 വാക്കുകളാണ്. ടാക്സിക്കും നോംസും, അങ്ങനെ 2 വാക്കുകൾ, അറേഞ്ച്മെന്റും സ്റ്റഡി, അങ്ങനെ 2 കാര്യങ്ങളെയാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ ഇനി എന്താണ് നമുക്ക് ടാക്സോണമിക് കാറ്റഗറീസ് എന്താണ്? ഈ ടാക്സോണമിക് കാറ്റഗറീസ് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? സ്റ്റഡി ഓഫ് പ്രിൻസിപ്പിൾ ആൻഡ് പ്രാക്ടീസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷന്റെ പ്രിൻസിപ്പിൾസും അതിന്റെ പ്രാക്ടീസും എന്തൊക്കെയാണ് എന്നതാണ് നമ്മുടെ ഈ ടാക്സോണമി എന്നതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ടാക്സോണമിയിൽ അല്ലെങ്കിൽ ഈ ടാക്സോണമിക് സ്റ്റഡീസിൽ പ്രധാനമായിട്ടും സെവറൽ സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ പല തരത്തിലുള്ള സ്റ്റെപ്സ് കടന്നു പോയാലേ നമുക്ക് ഈ ടാക്സോണമിക് സ്റ്റഡീസ് പൂർത്തിയാക്കാൻ സാധിക്കും. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഐഡന്റിഫിക്കേഷൻ ആണ്. നമ്മൾ തിരിച്ചറിയുക, അപ്പോഴേ പറഞ്ഞ പോലെ തന്നെ ഒരു ഓർഗാനിസത്തിന് തിരിച്ചറിയുക. പിന്നെ നോമിനിക്ലേച്ചർ, അവയുടെ നെയിമിംഗ്, പിന്നെ ക്ലാസിഫിക്കേഷൻ, അതിനെ തരംതിരിക്കുക, പിന്നെ ഡോക്യുമെന്റേഷൻ, അതിനെല്ലാം നമ്മൾ ശേഖരിച്ചു വെക്കുക. അപ്പോൾ ഐഡന്റിഫിക്കേഷൻ, നോമിനിക്ലേച്ചർ, ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡോക്യുമെന്റേഷൻ, ഈ 4 കാര്യങ്ങളാണ് ഒരു ടാക്സോണമിക് സ്റ്റഡീസിൽ പ്രധാനമായിട്ടും വേണ്ട സെവറൽ സ്റ്റെപ്സ്. ഏതൊക്കെയാണ്? ഐഡന്റിഫിക്കേഷൻ, നോമിനിക്ലേച്ചർ, ക്ലാസിഫിക്കേഷൻ, പിന്നെ ഡോക്യുമെന്റേഷൻ. അങ്ങനെ ഈ 4 കാര്യങ്ങളാണ് ഒരു ടാക്സോണമിക് സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ
നമ്മുടെ ഈ ടാക്സോണമിക് സ്റ്റഡീസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ടാക്സോണമിക് കാറ്റഗറീസിനെ നമ്മൾ പല ഗ്രൂപ്പുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ടാക്സോണമിക് ഗ്രൂപ്പ്സിനെ ഒരു ഡെഫിനിറ്റ് ഓർഡറിൽ, ഒരു കറക്റ്റ് ഓർഡർ എന്ന് പറയുകയാണെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അസെൻഡിങ് ഓർഡറിലാക്കിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും ടാക്സോണമിക് കാറ്റഗറീസിനെ നമ്മൾ ഒരു ഓർഡർ ആക്കി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഓർഡർ ആണ്, അല്ലെങ്കിൽ ആ പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും ഓർഡർ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാറ്റഗറീസ് യൂസ്ഡ് ഇൻ അനിമൽസ്, നമ്മൾ അനിമൽസിൽ യൂസ് ചെയ്ത, അനിമൽസ് ക്ലാസിഫിക്കേഷനിൽ യൂസ് ചെയ്ത കാറ്റഗറീസ് ഏതൊക്കെയാണ് എന്ന് നോക്കിയാൽ അസെൻഡിങ് ഓർഡറിൽ പറഞ്ഞ ആദ്യം പറയാ സ്പീഷീസ് ആണ്. കാണുന്നുണ്ടോ അറിയില്ല, ശ്രദ്ധിച്ചു നോക്കുക. ആദ്യത്തെ സ്പീഷീസ്, പിന്നുള്ളത് ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. അങ്ങനെ ഇതാണ് ഈ അസെൻഡിങ് ഓർഡറിലാണ്, താഴോട്ട് മേളിലേക്ക് അസെൻഡിങ് ഓർഡറിലാണ് നമ്മുടെ അനിമൽസിന്റെ കാറ്റഗറീസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അനിമൽസിന്റെ ടാക്സോണമിക് കാറ്റഗറീസ് അസെൻഡിങ് ഓർഡറിൽ ഏതാണെന്ന് ചോദിച്ചാൽ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ആൻഡ് കിങ്ഡം. ഇത് അനിമൽസിന്റെ മാത്രമാണ്. പ്ലാന്റ്സിലേക്ക് വരും. പ്ലാന്റ്സിന്റെ ടാക്സോണമിക് കാറ്റഗറീസ് നോക്കുമ്പോൾ നമ്മുടെ ഈ ഫൈലത്തിന് പകരം നമ്മൾ ഡിവിഷൻ എന്ന് പറയും. ചെറിയൊരു മാറ്റേ ഉള്ളൂ. നമ്മുടെ അനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും ടാക്സോണമിക് കാറ്റഗറീസ് പറയുമ്പോൾ അനിമൽസിന്റെ ഇവിടെ ഫൈലം എന്നായിരിക്കും, പക്ഷെ പ്ലാന്റ്സിന്റെ ഡിവിഷൻ ആയിരിക്കും. അപ്പൊ അനിമൽസിന്റെ ടാക്സോണമിക് കാറ്റഗറീസ് ചോദിച്ചാൽ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ആൻഡ് കിങ്ഡം. പ്ലാന്റ്സിന്റെ ടാക്സോണമിക് കാറ്റഗറീസ് ചോദിച്ചാൽ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഡിവിഷൻ ആൻഡ് കിങ്ഡം. ഇത് രണ്ടാണ് നമുക്ക് ഈ ടാക്സോണമിക് കാറ്റഗറീസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇനി നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ സ്പീഷീസിനെ കുറിച്ചും ജീനസിനെ കുറിച്ചും ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം, ഇതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനമാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് വല്ലാതെ നീണ്ടുപോകും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ടാക്സോണമിക് കാറ്റഗറീസ്, അനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും ടാക്സോണമിക് കാറ്റഗറീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.